നമ്മൾ ഈ നായർ ഈഴവ ബന്ധം പലവട്ടം നമ്മളതിനെക്കുറിച്ച് കേട്ടാണ്. പലരും പറയാറുണ്ട് നായരെ നമ്പിയാൽ അപകടമാണ് എന്ന നിലയ്ക്ക്. അത് തിരിച്ചൊക്കെ ആകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പം ഈ നായർ ഈഴവ ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്നത്? എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇന്നലെ അവിടുന്ന് വന്ന പത്രക്കുറിപ്പ് അവിടുത്തെ ഡയറക്ടർ ബോർഡ് കൂടിയപ്പോൾ, പത്രക്കുറിപ്പാണല്ലോ NSSന്റെ പ്രധാന ഡയറക്ടർ ബോർഡ് കൂടിയപ്പോൾ ഭൂരിപക്ഷം വന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഇതിനകത്ത് താല്പര്യപ്പെടുന്നില്ല നായർ ഈഴവ സഖ്യം. ഇതിൻ്റെ പിറകിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. അതുകൊണ്ട് സമദൂരവുമായിട്ട് മുന്നോട്ട് പോയാൽ മതിയെന്നാണ് എന്നുള്ള തീരുമാനമാണ് ഇന്നലെ പറഞ്ഞത്. കാരണം ഇന്നലെ പൊടുന്നനെ, കാരണം ഇതിനു മുമ്പ് നമ്മൾ കേട്ടത് എന്താണെന്ന് അറിയാമോ? ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആലോചന വന്നു. നായർ മുതൽ നസ്രാണി വരെ ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ വെച്ചത്. നായർ മുതൽ നസ്രാണി വരെ എന്ന് വെച്ചപ്പോൾ ഇദ്ദേഹം അതിനെ സ്വാഗതം ചെയ്തു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് സതീശൻ്റെ രാഷ്ട്രീയ നിലപാട്, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തെ സതീശൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ പുകഴ്ത്തുന്നു, ഭൂരിപക്ഷത്തോടുള്ള സമീപനം, അതിനകത്ത് NSSന്റെ സമീപനവും SNDPയുടെ സമീപനവും ഒരേ രീതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ രീതിയിലേക്കുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ സ്വാഗതാർഹം ചെയ്യുന്നു. അതിനകത്ത് അന്നേ പറഞ്ഞതാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ആദ്യമേ അദ്ദേഹവുമായിട്ട് പെരുന്നയിലേക്ക് വിടുന്നത് അദ്ദേഹത്തിൻ്റെ മകനെയാണ്, തുഷാർ വെള്ളാപ്പള്ളിയാണ്. അപ്പോൾ ഈ പറയുന്ന NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞത് അദ്ദേഹത്തെ ഞാൻ മകനെ പോലെ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ഇന്നലെയാണ് പുള്ളി പറയുന്നത് ഇത് NSS SNDPയുടെ വൈസ് പ്രസിഡന്റ് മാത്രമല്ല, അദ്ദേഹം BDJSന്റെ പ്രസിഡന്റ് കൂടിയാണ്. BDJS എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു B ടീമാണ്, അല്ലെ NDAയുടെ ഘടകകക്ഷിയാണ്. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലേക്കാണ്. അതിനൊക്കെ ഇതിനകത്ത് കുറേ കാലം കൂട്ടി വായിക്കേണ്ടതാണ്. ഇനിയും രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ തലേന്ന് ദിവസം കണ്ട് ശ്രീധരൻപിള്ളയോട് പോയി സംസാരിച്ച. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇരിക്കും, ഒരു കസേര ഇടത്തുള്ളൂ, വട്ടം ആൾ നിൽക്കും, അങ്ങനത്തെ ഉള്ള സമീപനം ഉണ്ടാവും. നേരത്തെ സുരേഷ് ഗോപി എടുത്ത് പുള്ളി ഒരു താക്കീത് കൊടുത്തു. സുരേഷ് ഗോപി തൃശ്ശൂർ പിടിച്ചു കാണും, NSS പിടിക്കാൻ നോക്കണ്ട എന്നൊക്കെ. പിന്നെ ഗോവ ഗവർണർ എന്തോ പറഞ്ഞപ്പം അതിനകത്ത് അയാൾ പറയുന്നതല്ല സത്യം, നിങ്ങളുടെ നിലപാട് ഇങ്ങനെയായിരുന്നു. അപ്പം BJPയെ പുള്ളി, നമ്മൾ പലവട്ടം പുള്ളിക്ക് രാഷ്ട്രീയമില്ല, സമദൂരമാണ് കാര്യങ്ങളൊക്കെ പറയുമ്പം BJPയെ പുള്ളി എതിർക്കുന്നുണ്ട്, അല്ലെങ്കിൽ BJPയുള്ള സമീപനം എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. ആ പരസ്യമായിട്ട് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തോടായി എനിക്ക് മനസ്സിലാവുന്നത് നേരത്തെ തൊട്ടേ നിലപാട് എടുത്തിട്ടുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ മൂന്നാമത് വീണ്ടും പിണറായി സർക്കാർ വരുമ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ആശങ്ക, ഈസി വാക്ക് ഓവറിലങ്ങ് ആരും അധികാരത്തിൽ വരുന്നൊരവസ്ഥയില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് UDFന് ആനുകൂല്യം കിട്ടിയെങ്കിലും അതിന് ശേഷം വരുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ മാറ്റങ്ങളും, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയം വെച്ചിട്ട് അങ്ങനെ മത്സരിച്ച് കഴിഞ്ഞാൽ തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വരും. പിന്നെ ഇതിപ്പം അദ്ദേഹം എടുത്ത നിലപാട് SNDPയുടെ നിലപാട്, ഇപ്പം പൊതുജനം അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കാണുന്ന SNDPയുടെ നിലപാട്, SNDP വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായിട്ട് പിണറായി വീണ്ടും അധികാരത്തിൽ വരണം, പിണറായി ഇരുന്നാൽ എന്താണ് കുഴപ്പം, പിണറായി നല്ല മുഖ്യമന്ത്രി അല്ലേ എന്ന് പറയുന്നതിൻ്റെ കൂടെ അതേ നിലപാടാണോ NSSൻ്റെത് എന്നുള്ള രീതി. അതായത് VD സതീശനാണല്ലോ ഇപ്പോൾ പ്രഖ്യാപിത അടുത്ത മുഖ്യമന്ത്രി UDF വന്നാൽ അതിന് പിന്തുണ കൊടുക്കുന്നത് പോലെയാണല്ലോ മുസ്ലിം ലീഗിന്റെ വർത്തമാനം. അല്ലെങ്കിൽ അത്തരത്തിൽ പരസ്യമായിട്ട് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഷായി, കടുത്ത ഈ പറയുന്ന തീവ്ര നിലപാടുള്ള, വർഗീയ നിലപാടുള്ള ആൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയുണ്ട്. കാരണം അയാൾ പറയുന്നുണ്ട് അതിനു മുമ്പ്, ഞാൻ പറയുന്നു എൻ്റെ നിലപാടല്ല, ഞാൻ പറയുമ്പോൾ അത് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ആയിട്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ വരുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ കണ്ടെന്ന കാര്യം, ഈ പറയുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ അവിടെ വന്നതിന് ശേഷം ആ ഒരു ഡയറക്ടറോട് കൂടി അയാളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം ആ ഡയറക്ടർ കൂടി തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞത്. അത് രണ്ടുണ്ട്. ആ ഡയറക്ടർ കൂടി തീരുമാനം എടുക്കുന്നത് ഇന്നലെ പൊടുന്നനെ രാവിലെ ഡയറക്ടർ ബോർഡ് കൂടിയൊന്നുമില്ല ഒരിക്കലും. NSSന്റെ ഇപ്പം നായന്മാരെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഡയറക്ടർ ബോർഡൊന്നും ഇല്ല. പുള്ളിയുടെ മോഡുകളായി കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുന്നത്. ഡയറക്ടർ ബോർഡിന്റെ പുറത്തൊന്നും വെക്കണ്ട. കാരണം ഡയറക്ടർ ബോർഡിനകത്ത് ഒരു അഭിപ്രായം പറഞ്ഞതിനാണ് പത്തനംതിട്ട എന്നുള്ള ഡയറക്ടർ ബോർഡ് അംഗം, അല്ലെങ്കിൽ NSSന്റെ പത്തനംതിട്ട പ്രസിഡന്റ് പുറത്താക്കിയത്. അതുപോലെ കലഞ്ഞൂർ മധുവിനെ അറിയാൻ പറ്റുന്നു. കലഞ്ഞൂർ മധു ഒരു അഭിപ്രായം ചോദിച്ചാണ് കലഞ്ഞൂർ പുറത്തായത്. അപ്പം അതിനകത്ത് ഡയറക്ടർ ബോർഡൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. ആവശ്യത്തിന് പുള്ളി തീരുമാനിക്കുമ്പോൾ പുറത്താക്കുന്നതും പുള്ളി അകത്താക്കുന്ന ഡയറക്ടർ ബോർഡും ഒക്കെ ഉള്ളൂ. ഇപ്പം ഇന്നലെ ഇയാളുടെ ഒരു ശരീരഭാഷയും ഇയാളുടെ ഒരു രീതികളും, അല്ലെങ്കിൽ ഇയാളുടെ ഒരു പ്രസ്താവനകളും, എനിക്ക് മേലെ ഒന്നുമില്ല, ഞാനാണ് ലോകത്തെല്ലാം തീരുമാനിക്കുന്നത്. അത് നമ്മൾ ഈ കുണ്ടികുലുക്കി പക്ഷി എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്, കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഞങ്ങളെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ വാലെപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ട് ഇത് വിചാരിക്കും ഇതിന്റെ കുണ്ടി കുലുങ്ങുമ്പോൾ ലോകം മൊത്തം കുലുങ്ങുന്നുണ്ട്. ആ ഒരു നിലപാടുള്ള ഒരു നായരായിട്ടാണ് എനിക്ക് ഈ സുകുമാരൻ നായരെ കാണുവാൻ സാധിക്കും. അപ്പൊ അദ്ദേഹം ഇന്നലെ വന്നപ്പം പത്മഭൂഷൺ
അല്ലെങ്കിൽ തീരുമാനമായി. പത്മഭൂഷൺ തീരുമാനമായപ്പോൾ നോക്കി വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷണുണ്ട്, VS അച്യുതാനന്ദന് പത്മഭൂഷണുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇത് കണ്ടതിന് ശേഷം പൊടുന്നനെ നമ്മൾ വിചാരിക്കേണ്ട കാര്യം ഞാൻ അനൗൺസ് ചെയ്തെന്ന് തോന്നും. ഇന്നലെ ഇത് കണ്ടതിന് ശേഷം പൊടുന്നനെ എന്നാ ഇനി ഒക്കത്തില്ല, അയാൾക്ക് പത്മഭൂഷൺ കൊടുത്തു, എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ഇപ്പൊ ട്രോള് വരുന്നതെന്ന് പറഞ്ഞാൽ അയാൾക്ക് പത്മഭൂഷൺ, NSSന് പത്മാകപ്പയുള്ളത്. പത്മാകപ്പ എന്ന് പറഞ്ഞാൽ ഈ ചായക്കട എന്ന് പറഞ്ഞാൽ നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടൽ. അപ്പൊ ഈ ആശയം കൊണ്ടുവന്ന് നേരെന്നറിയാം, എനിക്ക് നേരിട്ടറിയാവുന്നുണ്ട്. ഈ ആശയം കൊണ്ടുവന്ന് കലഞ്ഞൂർ മധു പറഞ്ഞു. അപ്പൊ കലഞ്ഞൂർ മധു പറഞ്ഞ് തുടങ്ങാം, പുള്ളി പറഞ്ഞു ഒക്കത്തില്ല, അത് വേണ്ട, ശരിയാവില്ല. എന്നാ കലഞ്ഞൂർ മധു പറഞ്ഞ് ഞാൻ എൻ്റെ റിസ്കിൽ എൻ്റെ പൈസ മുടക്കി തുടങ്ങിയിട്ട് നിങ്ങൾ ഇതിനകത്ത് ദോഷമുണ്ടെങ്കിൽ ആ പൈസയുടെ നഷ്ടം ഞാൻ സഹിച്ചോളാം, അല്ലെങ്കിൽ ഗുണമുണ്ടെങ്കിൽ ആ പൈസ തിരിച്ച് കുറഞ്ഞു. കലഞ്ഞൂർ മധു ഇവിടെ തുടങ്ങി. ആദ്യത്തെ തുടങ്ങുന്ന അടൂര, ഭയങ്കര കച്ചവടമായിരുന്നു. അല്ലെങ്കിൽ ഈ പാവം പിടിച്ച നായർ സ്ത്രീകൾക്ക് അവിടെ വന്ന് അതിന്റെ വിഹിതം വീതിച്ചു കൊടുക്കുന്നതിനകത്ത് ആ ഒരു നിലപാട്. ഇതിന് ശേഷം ഇതെല്ലാം കാണാം. കലഞ്ഞൂർ മധുവിനെ പുറത്താക്കിയതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് അയാളോട് വന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ മൊത്തം നോക്കിയിട്ട് ഒരു പൊടി അതിനകത്ത് കിടക്കാൻ പറ്റുന്നത്. ഓരോരുത്തർ ഓരോ കസേരയിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ഗുണം ഞാൻ പറയും, ഏറ്റവും നല്ല ഭക്ഷണവും ഇത് കൊടുത്തിട്ട് ഇദ്ദേഹം അദ്ദേഹത്തെ പുറത്താക്കിയതിന്റെ പിറ്റേ ആഴ്ചയോട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ ഭക്ഷണവും കൊള്ളത്തില്ല, നീറ്റ്നെസ്സും ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ല. ഈ പത്മ കഫേ ബാക്കിയുള്ളതല്ല ഇതിന്റെ ലാഭം കൊണ്ട് ഇതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഈ പാവം പിടിച്ച നായർ സ്ത്രീകൾക്ക് ജോലി കൊടുക്കാമെന്ന് കണ്ടുകൊണ്ട് എല്ലായിടും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ളടത്തൊന്നും ഈ റിസൾട്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ ഞാനീ പറഞ്ഞത് പലവട്ടം നായർ ഈഴവ സഖ്യം അല്ലെങ്കിൽ ഈ സമദൂരം പറയുമ്പോഴും ഇദ്ദേഹത്തിന്റെ ദൂരം എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ കൂടെയാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ആണ് വരുന്നത്. ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ താല്പര്യം എന്ന് പറഞ്ഞാൽ അടുത്ത ജനറൽ സെക്രട്ടറി ആയിട്ട് പുള്ളിയുടെ മകളുമാണ് വരികയും ചെയ്യും. കാരണം NSSനകത്ത് പുറത്തു നിന്നൊക്കെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അപ്പം ഈ നമ്മൾ പറയത്തില്ല കൊതിക്കറു എന്ന് പറയുന്ന സാധനമാണ്. ഇതൊരു ചർച്ച കൊണ്ട് അയാൾ അവിടെ വന്നു, ചർച്ച ചെയ്തു, അതിനുശേഷം അയാളുടെ തീരുമാനം പറഞ്ഞു, ഡയറക്ടറോട് കൂടി അല്ലെങ്കിൽ ഇന്ന ദിവസം അങ്ങനെയാണല്ലോ പറഞ്ഞത്. അങ്ങനത്തെ ഒരു തീരുമാനം വന്നതിൻ്റെ രസമുണ്ടായിരുന്നു. ഇന്നലെ മെനഞ്ഞാന്ന് ഇത് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇയാൾ വിചാരിക്കും, മെനഞ്ഞാന്ന് ഈ ഒരു തീരുമാനം വന്നപ്പോൾ ആ തീരുമാനത്തിന് പിറ്റേന്ന് രാവിലെ ഇത്ര പൊടുന്നതിന് ഒരു തീരുമാനം എടുക്കും. മാത്രമല്ല ഒരു മാന്യനായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർ പരസ്പരം അറിയാൻ പറ്റും. ഒരു സമുദായ സംഘടനയുടെ ഒരു ആളിനൊരു ഇത് കിട്ടിയപ്പോൾ മാന്യമായിട്ടുള്ള അയാളെ വിളിച്ചിട്ട് പറയണ്ടേ, ഇന്നുപോലൊരു പത്മഭൂഷൺ കിട്ടി, ഇദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇതിനുശേഷം പല കോൺഗ്രസ് നേതാക്കന്മാരും ഈ ഒരു ഐക്യം വരുമോ എന്ന് കണ്ട് അവിടെ ഇടപെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അന്നേരമൊന്നും അഭിപ്രായം പറയാത്ത ഈ NSS ജനറൽ സെക്രട്ടറി ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞതിനകത്ത് അദ്ദേഹത്തിന്റെ കെറു തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നേരത്തെ നമ്മൾ മനസ്സിലാക്കണം, NSS SNDP ഐക്യത്തിന് തടസ്സം നിന്നിട്ടുള്ളത് ലീഗാണെന്ന് പറഞ്ഞു. നേരം NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, അതിനകത്ത് പറയുന്നതിനകത്തൊരു വാസ്തവമൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. NSS SNDP ഐക്യം വേണ്ട വിധത്തിൽ ആ ഐക്യം സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും അപ്പുറം ഈ സമുദായങ്ങൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടായാൽ ആ ഐക്യത്തിനകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യാൻ പോകും, അല്ലെങ്കിൽ പ്രയോജനം ചെയ്യാമെന്ന് CPM-ന് രണ്ടുപേരുടെ ഒരേ പോളിസി ആയതും ഒരുപക്ഷെ BJP-ക്ക് ആയിരിക്കും. അപ്പം ആ ഐക്യം അങ്ങനെ ആവണ്ട, ഐക്യം അങ്ങനെ വന്നുകൂടാ. അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുന്നതിനും കോൺഗ്രസിനും ലീഗിനും അധികാരത്തിൽ വരുന്നതിന് തടസ്സമാകും. കാരണം ന്യൂനപക്ഷ ഏകീകരണം വേണ്ട വിധത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊരു പക്ഷേ കാരണം വെള്ളാപ്പള്ളി നടേശന്റെ വർത്തമാനം കൂടിയാണ്. ഇപ്പുറത്ത് അതിനനുസരിച്ചുള്ള ഏകീകരണം ഉണ്ടായിട്ടില്ല. ഇപ്പുറത്തുള്ള ഈ ഹിന്ദു എന്ന് പറയുന്ന ആൾക്കാരുടെ ഏകീകരണം ഒരിക്കലും ഉണ്ടാകത്തില്ല. അതിന് പ്രത്യേകിച്ച് BJP കേരളത്തിൽ വളരാമെന്ന് വിചാരിക്കേണ്ടെന്ന് പറയുന്നതിന്റെ കാര്യം, ഏകീകരണം ഉണ്ടാവുന്നത് ന്യൂനപക്ഷ ഏകീകരണം മാത്രമായിരിക്കും. ഇപ്പുറത്ത് വർത്തമാനം പറഞ്ഞാൽ ഒരിക്കലും ഹിന്ദു ഏകീകരണം ഉണ്ടാകത്തില്ല. അത് തന്നെയാണ് ഇവിടുത്തെ BJP-യുടെ പ്രശ്നം. ഏതായാലും ഇതിനകത്ത് പേഴ്സൺ സാർ ആര് പറഞ്ഞു, നായരെ നമ്പിയാൽ നമ്പിയൻ എന്നൊരു വേടുണ്ട്. അത് തന്നെയാണ് ഇപ്പം വെള്ളാപ്പള്ളി നടേശന് പറ്റിയിരിക്കുന്നത്. അത്തരത്തിൽ മാത്രമേ ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കൂ. എന്തായാലും ഇതിനകത്തുള്ളൊരു രാഷ്ട്രീയം പ്രധാനപ്പെട്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശന് വലിയൊരു അംഗീകാരം കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നു. അത് നൽകുമ്പോൾ അവരെന്തുകൊണ്ട് SNDP-യെ പരിഗണിച്ചതുപോലെ NSS-നെ പരിഗണിച്ചില്ല എന്ന ക്വസ്റ്റ്യൻ വളരെ ശക്തമായിട്ട് സുകുമാരൻ നായരുടെ ഉള്ളിലുണ്ട്. അത് പുറത്ത് അദ്ദേഹം പ്രകടമാക്കുന്നില്ല എന്നുള്ളത് അതിനൊരു വിവേചനമായിട്ട് അദ്ദേഹം കണക്കാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായും സമുദായപരമായും രണ്ടും അതിനകത്തുണ്ട്. വ്യക്തിപരമായിട്ട് വരുമ്പോഴാണ് അതൊരു കൊതിക്കുറവ് എന്ന നിലയ്ക്ക് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷേ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ സമുദായത്തെ മുഴുവനും പരിഗണിക്കാതെ തിരസ്കരിച്ച ഒരു മനസ്ഥിതി അദ്ദേഹത്തിനുണ്ടാകുന്നു. അത് അദ്ദേഹം സമുദായ അംഗങ്ങളുമായിട്ട് പങ്കിട്ടുണ്ടാവാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്.
ശരി. ഇപ്പോൾ BJPക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എളുപ്പത്തിൽ അധികാരത്തിലേക്ക് വരുന്നതിനും വോട്ട് നേടുന്നതിനും ഈഴവ സമുദായം അവരുടെ ഒപ്പം നിൽക്കണം, നായർ സമുദായം അവരുടെ ഒപ്പമാണ് എന്നവർ വിശ്വസിക്കുന്നു. അതിനൊപ്പം ഈഴവ സമുദായത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹത്തിൻ്റെ മകൻ തുഷാറിനെയും തുഷാറുണ്ടാക്കിയ BDJS-നെയും അവർ കൊണ്ടുവന്നത്. ഇത് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞപ്പോഴാണ്, ആ രാഷ്ട്രീയ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കണം NSS അല്ലെങ്കിൽ സുകുമാരൻ നായർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് സമദൂരത്തിന് വിരുദ്ധമാണ്. വെള്ളാപ്പള്ളി BJPയുടെ കൂടെ പോവുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞ ഈ കോൺഗ്രസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആത്മബന്ധം, സുകുമാരൻ നായർ ആത്യന്തികമായിട്ട് കോൺഗ്രസ്സാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കും, അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അതിന് പകരമായിട്ട് അത് BJPക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തെയും അദ്ദേഹത്തിന് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത്. ഒന്ന്, NSS എന്ന് പറയുന്ന സമുദായത്തെ BJP അവഗണിച്ചു എന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. രണ്ടാമത്, സുകുമാരൻ നായർ എന്ന് പറയുന്ന വ്യക്തിയെ അവരെന്ത് ചെയ്തു, അവഗണിച്ചു. ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.